നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അഗാധതകളിൽ ജീവൻ്റെ തുടിപ്പുകൾ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ജ്യോതിശാസ്ത്രജ്ഞർ. ഇതുവരെ 5000-ലധികം അന്യഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും അതിൽ ജീവൻ നിലനിൽക്കാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങളുള്ള 45 ഗ്രഹങ്ങളെ ഇപ്പോൾ ഗവേഷകർ പ്രത്യേകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പ്രശസ്തമായ കോർണൽ സർവകലാശാലയിലെ കാൾ സാഗൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഈ പഠനം വരാനിരിക്കുന്ന ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകും. ഒരു ഗ്രഹം ജീവയോഗ്യമാകണമെങ്കിൽ അത് അതിൻ്റെ മാതൃനക്ഷത്രത്തിൽ നിന്നും കൃത്യമായ ദൂരത്തിലായിരിക്കണം. നക്ഷത്രത്തോട് വളരെ അടുത്താണെങ്കിൽ അമിതമായ ചൂട് കാരണം ജലം നീരാവിയായി പോകും. ദൂരം കൂടിയാലോ കഠിനമായ തണുപ്പിൽ ജലം ഐസായി മാറും. ഈ രണ്ട് അവസ്ഥകളുമില്ലാതെ ഉപരിതലത്തിൽ ജലം ദ്രാവകാവസ്ഥയിൽ നിലനിൽക്കുവാൻ സാധ്യതയുള്ള മേഖലയെയാണ് ഹാബിറ്റബിൾ സോൺ എന്ന് വിളിക്കുന്നത്, അഥവാ ജീവയോഗ്യ മേഖലയെന്നും ഇതിനെ വിളിക്കും. പുതുതായി പട്ടികപ്പെടുത്തിയ 45 ഗ്രഹങ്ങളും ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പാറകൾ നിറഞ്ഞ ഗ്രഹങ്ങളാണ്. ഇതിൽ തന്നെ 24 ഗ്രഹങ്ങളെ കൂടുതൽ സുരക്ഷിതമായ മേഖലയിലുള്ളവയായി ശാസ്ത്രജ്ഞർ തരംതിരിച്ചിട്ടുണ്ട്. ഭൂമിക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതിന് സമാനമായ ഊർജ്ജവും പ്രകാശവും ലഭിക്കുന്ന ഗ്രഹങ്ങളെയാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രോക്സിമ സെന്റോറി ബി, ട്രാപ്പിസ്റ്റ് 1 ഗ്രഹങ്ങൾ, കെപ്ലർ 186f തുടങ്ങിയവയാണ് ഈ പട്ടികയിലെ പ്രമുഖ ഗ്രഹങ്ങൾ. ആൻഡി വെയറിൻ്റെ പ്രശസ്തമായ സയൻസ് ഫിക്ഷൻ നോവലായ പ്രോജക്റ്റ് ഹെയിൽ മേരിയിലെ കഥാസന്ദർഭങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഗവേഷണം. ഭൂമിയെ സംരക്ഷിക്കുവാൻ നായകന് മറ്റൊരു നക്ഷത്ര യുദ്ധത്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നതും അവിടെ റോക്കി എന്ന അന്യഗ്രഹ ജീവിയെ കണ്ടുമുട്ടുന്നതുമാണ് നോവലിൻ്റെ പ്രമേയം. ഈ സാങ്കല്പിക കഥയെ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ മനുഷ്യൻ ഒരു അന്യഗ്രഹ ജീവനെ തേടി ഒരു ബഹിരാകാശ പേടകം നിർമ്മിക്കുകയാണെങ്കിൽ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്ന് ഈ പഠനം പറഞ്ഞു തരുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ മിഷനിൽ നിന്നുള്ള വിവരങ്ങളും നാസയുടെ ഡാറ്റയും ഉപയോഗിച്ചാണ് ഈ പട്ടിക തയ്യാറാക്കിയത്. നക്ഷത്രത്തിൻ്റെ നിറം, പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം എന്നിവ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് ഈ പഠനം വിശദീകരിക്കുന്നു. ചില ഗ്രഹങ്ങൾ അവയുടെ നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്നത് നീളമേറിയ ഭ്രമണപഥത്തിലൂടെയാണ്. ഇത്തരം ഗ്രഹങ്ങൾ ഇടയ്ക്കിടെ ജീവയോഗ്യ മേഖലയ്ക്ക് പുറത്തുപോയാലും അവിടെ ജീവൻ നിലനിൽക്കുമോ എന്നുള്ള രസകരമായ ചോദ്യങ്ങൾക്കും ഈ പഠനം ഉത്തരം തേടുന്നു. ജെയിംസ് വെബ് ടെലസ്കോപ്പ് പോലെയുള്ള അത്യാധുനിക ദൂരദർശനങ്ങൾ ഉപയോഗിച്ച് വരും വർഷങ്ങളിൽ ഈ ഗ്രഹങ്ങളെ കൂടുതൽ വിശദമായി നിരീക്ഷിക്കാനാണ് ശാസ്ത്രജ്ഞരുടെ തീരുമാനം. ഈ ഗ്രഹങ്ങളിൽ അന്തരീക്ഷമുണ്ടോ എന്നും അവിടെ ഓക്സിജൻ്റെയോ മറ്റ് വാതകങ്ങളുടെയോ സാന്നിധ്യമുണ്ടോ എന്നും കണ്ടെത്തുകയാണ് അടുത്ത ലക്ഷ്യം. ഒരുപക്ഷെ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചല്ല എന്ന വലിയ സത്യത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാകാം ഈ പഠനം. കൂടുതൽ ആഴത്തിലുള്ള നിരീക്ഷണങ്ങളിലൂടെ മാത്രമേ ഈ ഗ്രഹങ്ങളിലെ ജീവൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്തിമമായ ഒരു തീരുമാനത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ TV.